ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് പാർട്ടാണ്. തിയറി ബിൽഡിങ്ങും പിന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് രണ്ട് തിയറീസും പറയുന്നുണ്ട്. പിന്നെ വാരിയബിൾസ് എന്താണെന്നും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാരിയബിൾസും ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കിടക്കാം. എന്താണ് തിയറി ബിൽഡിങ്? എന്തിനാണ് തിയറി, അതായത് റിസർച്ചിൽ പ്രധാനമായിട്ടും എന്തിനു വേണ്ടിയിട്ടാണ് തിയറി യൂസ് ചെയ്യുന്നത്, തിയറിയുടെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നൊക്കെയാണ് ഈ തിയറി ബിൽഡിംഗ് എന്നത് പറയുന്നത്. അപ്പോൾ തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നോക്കാം. തിയറി എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഗ്രീക്ക് വേർഡായ തിയോറിയ എന്ന വേർഡിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. തിയറി എന്ന വേർഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ തിയോറിയ എന്ന വേർഡിൻ്റെ മീനിങ് എന്ന് പറഞ്ഞിട്ടുള്ളത് കോണ്ടംപ്ലേഷൻ ഓർ സ്പെക്കുലേഷൻ. അതായത് അതിൻ്റെ വേർഡ് മീനിങ് എന്തെന്ന് വെച്ചാൽ കോണ്ടംപ്ലേഷൻ ഓർ സ്പെക്കുലേഷൻ എന്നാണ്. അതായത് കോണ്ടംപ്ലേഷൻ ഓർ സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള അനുമാനമായിരിക്കാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഊഹ അല്ലെങ്കിൽ ആലോചന, അതൊക്കെയാണ് എന്തെന്ന് പറഞ്ഞിട്ടുള്ളത് ഈ കോണ്ടംപ്ലേഷൻ ഓർ സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡിൻ്റെ അർത്ഥം. അപ്പോൾ ആ തിയോറിയ എന്ന വേർഡിൽ നിന്നാണ് ഈ തിയറി എന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. പിന്നെ രണ്ട് കോൺസെപ്റ്റാണ് പറയുന്നത്. തിയറിയും ഉണ്ട്, പ്രാക്ടീസും ഉണ്ട്. ഈ തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇറ്റ്സ് എൻ അബ്സ്ട്രാക്റ്റ് ഐഡിയാസ് എബൌട്ട് സംതിങ്. അതായത് എന്തിനെങ്കിലും കുറിച്ചിട്ട് ഒരു പ്രതിഭാസത്തെ കുറിച്ചിട്ടുള്ള ഒരു അബ്സ്ട്രാക്റ്റ് ഐഡിയ ആണ് എന്തെന്ന് പറഞ്ഞിട്ടുള്ളത് ഈ തിയറി എന്ന് പറഞ്ഞിട്ടുള്ളത്. പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് ഡൂയിങ് സംതിങ്. അതായത് എന്തെങ്കിലും ചെയ്യുക. ആ തിയറീനെ ഫോർ എക്സാമ്പിൾ നോക്കുക, നമ്മളിപ്പോൾ എന്ത് ചെയ്യും, ലാബിൽ പോയിട്ട് എന്ത് ചെയ്യും, പ്രാക്ടിക്കൽ അപ്ലൈ ചെയ്യും, പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ പെട്ടെന്ന് ആദ്യം തന്നെ പോയിട്ട് പ്രാക്ടിക്കലല്ല ചെയ്യുന്നത്. നമ്മൾ എന്തിൻ്റെ ബേസിലായിരിക്കും ഈ പ്രാക്ടിക്കൽ ചെയ്യുന്നത്, ഈ തിയറീൻ്റെ ബേസിലായിരിക്കും പ്രാക്ടിക്കൽ ചെയ്യുന്നത്. അപ്പോൾ തിയറി ആദ്യം പഠിച്ചിട്ട് മനസ്സിലാക്കി അതെന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മളെവിടെ പോവുക, ലാബിൽ പോയിട്ട് അത് അപ്ലൈ ചെയ്യുക, പ്രാക്ടിക്കലായിട്ട് അത് അപ്ലൈ ചെയ്യൽ. അപ്പാണ് അതാണ് തിയറി എന്ന് പറഞ്ഞിട്ടെങ്കിൽ ഇറ്റ്സ് ആൻ അബ്സ്ട്രാക്റ്റ് ഐഡിയ എബൌട്ട് സംതിങ്. അതായത് എന്തെങ്കിലും ഫിനോമിന, അതായത് ഒരു പ്രതിഭാസത്തെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഐഡിയ ആയിരിക്കും എന്തിലുണ്ടാവുക, തിയറിയിലുണ്ടാവുക. പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടെങ്കിൽ ഇറ്റ്സ് എൻ ആക്ട് ഓഫ് ഡൂയിങ് സംതിങ്. അതായത് ആ തിയറീൻ്റെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നതിനാണ് എന്തെന്ന് പറഞ്ഞിട്ടുള്ളത് ഈ പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ തിയറിയിൽ നിന്നാണ് ജനറൽ പ്രിൻസിപ്പിൾസും റൂൾസും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. ഈ തിയറീനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ പ്രിൻസിപ്പിൾസും റൂൾസും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ തന്നെ നമുക്ക് നോക്കാം, FW ടൈലറുടെ തിയറി ഉണ്ട്. അയാളുടെ തിയറിയിൽ നിന്നാണ് ആ 8 പ്രിൻസിപ്പിൾസ് ചെയ്തിട്ടുള്ളത്, ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയായിരിക്കും അങ്ങനെയാണ് ഈ ഓരോ പ്രിൻസിപ്പിൾസും ഓരോ റൂൾസും ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. അതാണ് തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് അതിൻ്റെ ഡെഫിനിഷൻ ആൻഡ് മീനിങ് ഓഫ് തിയറി. അതായത് തിയറി എന്താണെന്ന് പറഞ്ഞ് അതിനെ ഇറ്റ്സ് എൻ അബ്സ്ട്രാക്റ്റ് ഐഡിയ എബൌട്ട് സംതിങ് ഓർ ഫിനോമിന. അതായത് ഒരു പ്രതിഭാസത്തെക്കുറിച്ചിട്ടുള്ള ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഐഡിയ ആണ് എന്ന് പറഞ്ഞിട്ടുള്ളത് തിയറി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ മീനിങ് എന്താണെന്നും അതിൻ്റെ ഡെഫിനിഷനും എന്താണെന്ന് നോക്കാം. തിയറിൻ്റെ മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ലോജിക്കൽ സെറ്റ് ഓഫ് ജനറൽ പ്രിപ്പോസിഷൻ യൂസ്ഡ് ആസ് എ പ്രിൻസിപ്പിൾസ് ഓഫ് എക്സ്പ്ലനേഷൻ ഓഫ് ദ ഒബ്വിയസ് റിലേഷൻഷിപ്പ് ഓഫ് സെർട്ടൻ ഒബ്സർവ്ഡ് ഫിനോമിന. അതായത് തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ലോജിക്കൽ സെറ്റ് ഓഫ് ജനറൽ പ്രിപ്പോസിഷൻസ്. അതായത് ഒരു ലോജിക്കൽ സെറ്റ് ഓഫ് ജനറൽ പ്രിപ്പോസിഷൻസ് ആണ് എന്തെന്ന് പറഞ്ഞിട്ടുള്ളത് തിയറി എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ യൂസ്ഡ് ആസ് എ പ്രിൻസിപ്പിൾസ് ഓഫ് എക്സ്പ്ലനേഷൻ ഓഫ് ദ ഒബ്വിയസ് റിലേഷൻഷിപ്പ് ഓഫ് സെർട്ടൻ ഒബ്സർവ്ഡ് ഫിനോമിന. അതായത് ഒബ്സർവ് ചെയ്ത് അല്ലെങ്കിൽ നിരീക്ഷിച്ച് വെച്ചിട്ടുള്ള ഫിനോമിന, പ്രതിഭാസത്തെ അതിൻ്റെ റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഈ തിയറി എന്ന വേർഡ് കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അതായത് ഒന്നും കൂടെ പറഞ്ഞുതരാം, ഒബ്സർവ് ചെയ്തിട്ടുള്ള ഫിനോമിനയുടെ റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ജനറൽ പ്രിൻസിപ്പിൾസിനെയാണ് എന്തെന്ന് പറയുന്നത് തിയറി എന്ന് പറഞ്ഞിട്ടുള്ളത്.
പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരു ഡെഫിനിഷൻ നോക്കാം. കേർലിംഗൽ ഡിഫൈൻസ് തിയറി. അതായത് കേർലിംഗൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ തിയറീനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. എ സെറ്റ് ഓഫ് ഇൻ്റർ റിലേറ്റഡ് കൺസ്ട്രക്റ്റ് ഓർ കോൺസെപ്റ്റ്, ഡെഫിനിഷൻ ആൻഡ് പ്രിപ്പോസിഷൻ ദാറ്റ് പ്രസൻറ്റ് എ സിസ്റ്റമാറ്റിക് വ്യൂ ഓഫ് ഫിനോമിന ബൈ സ്പെസിഫൈങ് റിലേഷൻഷിപ്പ് എമംഗ് വാരിയബിൾസ് വിത്ത് ദ പർപ്പസ് ഓഫ് എക്സ്പ്ലെയിനിങ് ആൻഡ് പ്രെഡിക്റ്റിംഗ് ദ ഫിനോമിന. അതായത് തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ സെറ്റ് ഓഫ് ഇൻ്റർ റിലേറ്റഡ് കൺസ്ട്രക്റ്റ്, ഡെഫിനിഷൻസ് ആൻഡ് പ്രിപ്പോസിഷൻസ്. അതായത് തിയറി എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു സെറ്റ് ഓഫ് കോൺസെപ്റ്റ് ആയിരിക്കാം. സ്ലൈഡ് മാറിപ്പോയി, നോക്കാം. സെറ്റ് ഓഫ് കോൺസെപ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡെഫിനിഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രിപ്പോസിഷൻസ് ആയിരിക്കാം എന്തെന്ന് പറഞ്ഞിട്ടുള്ളത് തിയറി എന്ന് പറഞ്ഞിട്ടുള്ളത്. തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിയൽ വേൾഡിൽ നടക്കുന്ന ഫിനോമിനയെ അല്ലെങ്കിൽ പ്രതിഭാസത്തെ പ്രെഡിക്റ്റ് ചെയ്യാനോ എക്സ്പ്ലെയിൻ ചെയ്യാനോ വേണ്ടി വാരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് സ്പെസിഫൈ ചെയ്തുകൊണ്ട് സിസ്റ്റമാറ്റിക് വേയിൽ പ്രസൻറ്റ് ചെയ്യുന്ന സെറ്റ് ഓഫ് ഇൻ്റർ റിലേറ്റഡ് കോൺസെപ്റ്റ് ആൻഡ് പ്രിപ്പോസിഷൻ അല്ലെങ്കിൽ ഡെഫിനിഷനെയാണ് എന്തെന്ന് പറഞ്ഞിട്ടുള്ളത് തിയറി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒന്നുകൂടെ പറയാം. അതായത് ഒരു റിയൽ വേൾഡിൽ നടക്കുന്ന ഫിനോമിന അല്ലെങ്കിൽ പ്രതിഭാസം എന്തും ആയിക്കോട്ടെ, റിയൽ വേൾഡിൽ എന്ത് സംഭവം നടന്നോട്ടെ, അതിനെന്ത് ചെയ്യുക, സംഭവത്തിനെ പ്രെഡിക്റ്റ് ചെയ്യാനോ എക്സ്പ്ലെയിൻ ചെയ്യാനോ വേണ്ടി, അതായത് അതിനെ കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യാനോ എക്സ്പ്ലെയിൻ ചെയ്യാനോ വേണ്ടി വാരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് സ്പെസിഫൈ ചെയ്തുകൊണ്ട് സിസ്റ്റമാറ്റിക് വേയിൽ പ്രസൻറ്റ് ചെയ്യുന്ന സെറ്റ് ഓഫ് ഇൻ്റർ റിലേറ്റഡ് കോൺസെപ്റ്റ് ആയിരിക്കാം, പ്രിപ്പോസിഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡെഫിനിഷൻസ് ആയിരിക്കാം. ഇതിനെയാണ് എന്തെന്ന് പറഞ്ഞിട്ടുള്ളത് അക്കോർഡിംഗ് ടു കേർലിംഗർ, അയാളെ ബേസ് ചെയ്തിട്ട് അയാൾ ഡിഫൈൻ ചെയ്ത തിയറി എന്ന് പറഞ്ഞാൽ ഇതാണ്. സെറ്റ് ഓഫ് ഇൻ്റർ റിലേറ്റഡ് കൺസ്ട്രക്റ്റ്, കോൺസെപ്റ്റ്, ഡെഫിനിഷൻസ് ആൻഡ് പ്രിപ്പോസിഷൻ that present a systematic view of phenomena by specifying relationship among variables with the purpose of explaining and predicting the phenomena. ഇതാണ് തിയറി എന്ന് പറഞ്ഞിട്ടുള്ളത്, മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് തിയറി. നെക്സ്റ്റ് തിയറി ബിൽഡിങ് എന്താണെന്ന് പറയാം. തിയറി എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത് എന്നാണ് നെക്സ്റ്റ് പറയുന്നത്. അതായത് റിസർച്ചിൽ തിയറി എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത് എന്നാണ് നെക്സ്റ്റ് പറയുന്നത്. ഒരു റിയൽ വേൾഡ് ഫിനോമിനയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിയറി പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. അതായത് റിയൽ വേൾഡിൽ എന്താണ് നടക്കുന്നതെന്ന്, അല്ലെങ്കിൽ എന്താണെന്ന് ആ റിയൽ വേൾഡിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഒരു റിസർച്ചർക്ക് തിയറി ആവശ്യമായിട്ട് വരും. അതിന് റിസർച്ചർ ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ റിയൽ വേൾഡ് ഫിനോമിന യു ഷുഡ് നീഡ് സം തിയറീസ് ടു സപ്പോർട്ട് ദാറ്റ്. അതായത് റിയൽ വേൾഡിൽ എന്താണ് നടക്കുന്നതെന്ന് അയാൾ മനസ്സിലാക്കണമെങ്കിൽ അതിനെന്ത് ചെയ്യണം, അയാൾക്ക് അതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ അയാൾക്ക് സം തിയറീസ്, അതായത് അയാൾക്ക് ആവശ്യമായിട്ടുള്ള തിയറീസ് വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, റിയൽ വേൾഡിൽ എന്താണ് നടക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനി പഠിച്ച് അയാൾ ആ തിയറി വായിച്ച് മനസ്സിലാക്കി ഒബ്സർവ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കണ്ടുപിടിച്ച് അതിന് ശേഷം അതിൽ നിന്നും റിസർച്ചർക്ക്, അതായത് ആ തിയറി വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അതിൽ നിന്നും അയാൾക്ക് മനസ്സിലായതിൻ്റെ ബേസിൽ അയാളെ കാഴ്ചപ്പാടിൽ, അതായത് അയാളെ വ്യൂ പോയിന്റിൽ വേറൊരു തിയറി അയാൾ ബിൽഡ് ചെയ്യും. തിയറി ലാസ്റ്റ് അത് വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയതിൻ്റെ ശേഷം അയാളുടെ കാഴ്ചപ്പാടിൽ ഒരു തിയറി ബിൽഡ് ചെയ്യും. എന്നിട്ട് അയാളുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ അയാളുടെ വ്യൂ പോയിന്റിൽ ഒരു തിയറിയും കൂടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന് ശേഷം അയാൾ മുന്നേ പഠിച്ചതായത് ആരെങ്കിലും തിയറി ആയിരിക്കും അത്, ആ തിയറിയും അയാളുടെ വ്യൂ പോയിന്റിൽ അയാൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള തിയറിയും തമ്മിൽ കമ്പയർ ചെയ്യും. അതായത് റിസർച്ച് മെത്തഡോളജി ഉപയോഗിച്ചിട്ട് രണ്ട് തിയറിയും സെയിം ആണോ അല്ലയോ എന്ന് കമ്പയർ ചെയ്യും, കണ്ടുപിടിക്കും. അതായത് അയാൾ ആദ്യം വായിച്ച് മനസ്സിലാക്കിയ തിയറിയിൽ എന്താണോ പറയുന്നത് അത് തന്നെയാണോ അയാൾക്കും കിട്ടിയിട്ടുള്ള തിയറി, അതുതന്നെയാണോ അയാളെ തിയറിയിലും പറയുന്നത്, അതായത് സെയിം ആണോ അല്ലേ എന്ന് കമ്പയർ ചെയ്യും. അങ്ങനെ കണ്ടുപിടിച്ച റിസൾട്ട് എന്ന് പറയുന്നത് തിയറിക്ക് അയാളുടെ മറ്റുള്ള തിയറിയിലേക്കുള്ള ഒരു അഡീഷനാണ് അയാൾ കണ്ടുപിടിച്ചിട്ടുള്ള റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പറയാം,
റിസർച്ച് സ്റ്റാർട്ട് വിത്ത് തിയറി ആൻഡ് എൻഡ് വിത്ത് തിയറി. അതായത് റിസർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? തിയറിയിൽ നിന്നാണ്. അയാൾ തിയറിയിൽ നിന്നാണ്. അതായത് റിസർച്ചർ എന്ത് ചെയ്യുന്നത്? ആദ്യം ഒരു തിയറി വായിച്ച് പഠിച്ച് എന്ത് ചെയ്യും? മനസ്സിലാക്കും. അറ്റ് ലാസ്റ്റ് എന്ത് ചെയ്യും? അയാൾ അതൊക്കെ മനസ്സിലാക്കി അത് കമ്പയർ ചെയ്ത് റിസർച്ച് മെത്തഡോളജി ഉപയോഗിച്ചിട്ട് സെയിം ആണോ അല്ലേ എന്നൊക്കെ എന്ത് ചെയ്യും? നോക്കും. അറ്റ് ലാസ്റ്റ് അയാളുടെ വ്യൂ പോയിന്റിൽ അയാൾ എന്ത് ചെയ്യും? ഒരു തിയറി കൂടെ ഡെവലപ്പ് ചെയ്യും. സോ വി ക്യാൻ സേ റിസർച്ച് സ്റ്റാർട്ട് വിത്ത് തിയറി ആൻഡ് എൻഡ് വിത്ത് തിയറി. സോ തിയറി ഈസ് ആക്ച്വലി ബിൽഡ്. അതായത് എന്താ, നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ തിയറി എന്ത് ചെയ്യുന്നത്? തന്നെത്താൽ എന്ത് ചെയ്യുന്നുണ്ട്? ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. ആക്ച്വലി ബിൽഡ്, അതായത് നമ്മൾ ബിൽഡ് ചെയ്യണമെങ്കിലും തിയറി ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്? തന്നെത്താൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ 2 തരത്തിലുള്ള തിയറീസാണ് റിസർച്ചിൽ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. 2 മെത്തേഡ്സ്, ഡിഡക്ഷനും ഇൻഡക്ഷനും. അതായത് റിസർച്ചിലെ കൺക്ലൂഷൻസ് ബേസ്ഡ് ഓൺ 2 മെത്തേഡ്സ് നോൺ ആസ് ഡിഡക്ഷൻ ആൻഡ് ഇൻഡക്ഷൻസ്. 2 മെത്തേഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും റിസർച്ചിലെ കൺക്ലൂഷന്. ഫസ്റ്റ് വൺ ഡിഡക്ഷനും രണ്ടാമത്തത് ഇൻഡക്ഷൻ എന്നും പറഞ്ഞിട്ടുള്ള തിയറീസ്. This helps the researcher to understand, explain or predict business phenomena. അതായത് ബിസിനസ്സിൽ എന്താണോ നടക്കുന്നതെന്ന് ഈ തിയറി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? ഈ 2 തിയറീസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതിനെക്കുറിച്ച് എന്ത് ചെയ്യുക? പ്രിഡിക്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ എന്താണ് ഡിഡക്ഷനും ഇൻഡക്ഷനും തിയറി എന്താണെന്ന് നോക്കാം. അതായത് കൺക്ലൂഷൻസ് 2 തിയറീനെ ബേസ് ചെയ്തിട്ടാണ് ഇൻഡക്ഷനും ആൻഡ് ഡിഡക്ഷൻസും. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഡിഡക്ഷൻ ആണ് പറയുന്നത്. ഡിഡക്ഷൻ തിയറി ആണ് പറയുന്നത്. അതിൽ എന്താ? ഡിഡക്ഷൻ ഫോളോസ് ആൻ അപ്രോച്ച് വിച്ച് ഈസ് ടോപ്പ് ഡൗൺ ഓർ ഫ്രം ജനറൽ ടു സ്പെസിഫിക്. അതായത് ഡിഡക്ഷൻ ഫോളോ ചെയ്യുന്ന അപ്രോച്ച്, ഡിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ ടോപ്പിൽ നിന്ന് ഡൗൺ അല്ലെങ്കിൽ ജനറൽ നിന്ന് സ്പെസിഫിക് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ അപ്രോച്ചാണ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള തിയറി ഫോളോ ചെയ്യുന്നത്. ടോപ്പ് ടു ഡൗൺ അല്ലെങ്കിൽ ജനറൽ, അതായത് പൊതുവായ കാര്യത്തിൽ നിന്നും എന്ത് ചെയ്യുക? ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിലോട്ടാണ് ഈ ഡിഡക്ഷൻ തിയറി എത്തിച്ചേരുന്നത്. അതിൽ വി സ്റ്റാർട്ട് ഫ്രം എ തിയറി ആൻഡ് ട്രൈ ടു പ്രൂവ് ഇറ്റ് റൈറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അവൈലബിൾ ഇൻഫർമേഷൻ. അതായത് റിസർച്ചറുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യും? അയാൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് തിയറിയിൽ നിന്നായിരിക്കും. അങ്ങനെ അയാളുടെ കയ്യിലുള്ള അവൈലബിൾ ആയ ഇൻഫർമേഷൻ വെച്ചിട്ട് ആ തിയറി ശരിയാണോ എന്ന് എന്ത് ചെയ്യുക? പ്രൂവ് ചെയ്യുകയാണ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള തിയറിയിൽ ചെയ്യുന്നത്. ഡെഫിനിഷൻ പറഞ്ഞാൽ അരിസ്റ്റോട്ടിൽ, എ ഗ്രീക്ക് ഫിലോസഫർ, ഡിസ്ക്രൈബ്ഡ് ഡിഡക്ഷൻ. അതായത് ഗ്രീക്ക് ഫിലോസഫറായ അരിസ്റ്റോട്ടിൽ എന്താണ് ഡിഡക്ഷൻ എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പറയാം. ഡ്രോയിങ് കൺക്ലൂഷൻ ബൈ അപ്ലൈയിങ് റൂൾസ് ഓർ പ്രിൻസിപ്പിൾസ്, ലോജിക്കലി മൂവിങ് ഫ്രം എ ജനറൽ റൂൾ ഓർ പ്രിൻസിപ്പിൾ ടു എ സ്പെസിഫിക്. അതായത് ഡ്രോയിങ് കൺക്ലൂഷൻ ബൈ അപ്ലൈയിങ് റൂൾസ് ഓർ പ്രിൻസിപ്പിൾസ്. അതായത് റൂൾസ് ഓർ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഒരു കൺക്ലൂഷനിലോട്ട് എത്തിച്ചേരുക. അത് പ്രധാനമായിട്ടും മൂവ് ചെയ്യുന്നത് ജനറൽ റൂൾ ടു പ്രിൻസിപ്പിൾ ഓഫ് സ്പെസിഫിക് സൊല്യൂഷൻ. അതായത് ജനറൽ പ്രിൻസിപ്പിൾസിൽ നിന്നും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഡിഡക്ഷൻ എന്ന തിയറി യൂസ് ചെയ്യുന്നതെന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുള്ളത്.
പിന്നെ അതിൻ്റെ ഡിഡക്ഷൻ തിയറീൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. അതിൽ എന്തെന്ന് പറഞ്ഞ്, അതായത് ഡിഡക്ഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തിയറി വെച്ചിട്ടാണ്. തിയറി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അയാൾ ഒബ്സർവ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, തിയറി ശരിയാണോ എന്ന് പ്രൂവ് ചെയ്യാണ് ഇതിൽ ചെയ്യുന്നത്, ഡിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള തിയറിയിൽ അയാൾ ചെയ്യുന്നത്. അപ്പോൾ ഡിഡക്ഷനെ ഫസ്റ്റ് അയാൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തിയറിയിൽ വെച്ചിട്ടായിരിക്കും. ദെൻ ആ തിയറി അയാൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യും, അയാൾ ഹൈപ്പോത്തിസിസ് ഡെവലപ്പ് ചെയ്യും. ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ക്യാൻ ബി പ്രൂവൺ ഓർ ഡിസ്പ്രൂവൺ. അതായത് പ്രൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ തെളിയിക്കാനോ തെളിയിക്കപ്പെടാത്തതായിട്ടുള്ള കുറച്ച് ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് എന്തെന്ന് പറഞ്ഞിട്ടുള്ളത്, ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്ക് എന്ത് ചെയ്യാം, അത് ശരിയാണെങ്കിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം, അത് ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യാം, ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് റിജക്റ്റ് ചെയ്യാം. അങ്ങനെ അയാൾ തിയറി വായിച്ച് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും, അയാൾ ഹൈപ്പോത്തിസിസ് അയാൾ ഡെവലപ്പ് ചെയ്യും. ഈ ഹൈപ്പോത്തിസിസ് ഡെവലപ്പ് ചെയ്തതിൻ്റെ ശേഷം എന്ത് ചെയ്യും, അയാൾ ഡെവലപ്പ് ചെയ്ത ഹൈപ്പോത്തിസിസിനെ ബേസ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യും, ഒബ്സർവ് ചെയ്യും. ഒബ്സർവ് ചെയ്തതിന് ശേഷം അയാളുടെ ലാസ്റ്റ് വരുന്ന ഫൈനൽ റിസൾട്ട് എന്ത് ചെയ്യും, കൺഫേം ചെയ്യും. ഈ കൺഫേം ചെയ്ത റിസൾട്ടും അയാളുടെ മുന്നേ ആദ്യം ഫസ്റ്റ് വായിച്ച തിയറിയും തമ്മിൽ ശരിയാണെന്നാണ് എന്ത് ചെയ്യുന്നത്, അയാളവിടെ പ്രൂവ് ചെയ്യുന്നത്. ഇതാണ് ഡിഡക്ഷൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. നെക്സ്റ്റ് ഡിഡക്ഷനിലുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് വെച്ചാൽ, ഫസ്റ്റ് പ്രിമൈസസ് എന്ന് വെച്ചാൽ ഓൾ മെൻ ആർ മോർട്ടൽ. സെക്കൻഡ് പ്രിമൈസ് സോക്രറ്റിസ് ഈസ് എ മെൻ, ദെർഫോർ സോക്രറ്റിസ് ഈസ് മോർട്ടൽ. ഇതാണ് കൺക്ലൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഫസ്റ്റ് പ്രിമൈസിൽ പറയുന്നത് വെച്ചാൽ ഓൾ മെൻ ആർ മോർട്ടൽ. എന്താ പറയുന്നത്, എല്ലാവരും എന്ത് ചെയ്യും, മരിക്കും. അതായത് ലോകത്തുള്ള എല്ലാ മനുഷ്യരും എന്ത് ചെയ്യും, മരിക്കും. രണ്ടാമത്തെ പ്രിമൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോക്രറ്റിസ് ഈസ് എ മാൻ. അതായത് അപ്പോൾ സോക്രറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ എന്താ, അയാൾ ഒരു മനുഷ്യനാണ്. ദെർഫോർ ആയതുകൊണ്ട് സോക്രറ്റിസ് ഈസ് എ മോർട്ടൽ. അതായത് അതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് സോക്രറ്റിസും, അതായത് ലോകത്തിലുള്ള എല്ലാവരും എന്ത് ചെയ്യും, മരിക്കും. അപ്പോൾ സോക്രറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളും എന്ത് ചെയ്യണേ, ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് അതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോക്രറ്റിസും എന്ത് ചെയ്യും, ഒരു ദിവസം മരിക്കുമെന്നാണ് അതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞിട്ടത്. അപ്പം ഈ ഓൾ മെൻ ആർ മോർട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ജനറൽ ആയിട്ടുള്ള കാര്യം, അതായത് ലോകത്തിലുള്ള എല്ലാവരും മരിക്കും എന്നുള്ളത് എന്താ, ഒരു ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. ആ ജനറൽ ആയിട്ടുള്ള കാര്യത്തിൽ നിന്നാണ് എന്തിലെത്തിച്ചേർന്നത്, സോക്രറ്റിസ് ഈസ് എ മോർട്ടൽ. അതായത് സോക്രറ്റിസ് എന്ന് പറയുന്ന വ്യക്തിയും എന്ത് ചെയ്യും, മരിക്കും. അതപ്പോൾ ഒരു സ്പെസിഫിക് കാര്യത്തിലോട്ട് എന്ത് ചെയ്ത് എത്തിപ്പെട്ട്, അപ്പോൾ അതാണ് ആ ഒരു മൂവ്മെൻ്റാണ് നടക്കുന്നത്. ജനറൽ ടു സ്പെസിഫിക് എന്ന് പറഞ്ഞിട്ടുള്ള മൂവ്മെൻ്റാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഇതിൽ ഡിഡക്ഷനിൽ എന്ത് ചെയ്യുന്നു, ശരിയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, എന്നാലും എന്ത് ചെയ്യുന്നുണ്ട്, അത് ട്രൂ കൺക്ലൂഷൻ ആണെന്നുള്ള ഒരു ഗ്യാരൻറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡിഡക്ഷൻ അപ്രോച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഇൻഡക്ഷനാണ്, അടുത്തൊരു തിയറിയാണ് ഇൻഡക്ഷൻ തിയറി. അപ്പോൾ ഡിഡക്ഷൻ ഫോളോ ചെയ്യുന്നത് ഏത് അപ്രോച്ചാണ്, ജനറൽ ടു സ്പെസിഫിക്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻഡക്ഷൻ ഫോളോ ചെയ്യുന്നത് സ്പെസിഫിക് ടു ജനറൽ, അതായത് ബോട്ടം അപ്പ്. ഇൻഡക്ഷൻ ഫോളോസ് ബോട്ടം അപ്പ് ഓർ സ്പെസിഫിക് ടു ജനറൽ ആണ് എന്ത് ചെയ്യുന്നത്, ഇൻഡക്ഷൻ ഫോളോ ചെയ്യുന്നത്. In other words, inductive method consisting of studying several individual cases and drawing a generalization.
അതായത് ഇൻഡക്ഷൻ മെത്തേഡിൽ എന്ത് ചെയ്യുന്നത്, സെവറൽ ഇൻഡിവിജ്വൽ കേസസ് ആണ് പഠിക്കുന്നത്. ആദ്യം തന്നെ സെവറൽ, അതായത് ഓരോരുത്തരുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ കേസസ് ആണ് എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അതിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, ജനറലൈസേഷൻ ചെയ്യുന്നത്. അതായത് ജനറൽ ആയിട്ടൊരു കൺക്ലൂഷനിൽ എത്തിച്ചേരുന്നത്. പൊതുവായിട്ടുള്ള, അതായത് ഒരാളെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, പഠിക്കും. അയാളെ വെച്ചിട്ട് എന്ത് ചെയ്യും, ലോകത്ത് എല്ലാവർക്കും ഇങ്ങനെയാണ് നടക്കുന്നത് എന്തെന്ത് ചെയ്യും, അങ്ങനെ ഒരു കൺക്ലൂഷനിലോട്ട് എത്തിച്ചേരും. ഈ ഇൻഡക്ഷനിൽ 2 പ്രോസസ്സാണ് നടക്കുന്നത്, ഒബ്സർവേഷനും ജനറലൈസേഷനും. അതായത് വി ഒബ്സർവ് സം ഹാപ്പനിങ്, അതായത് എന്താണ് നടക്കുന്നതെന്ന്, അതായത് റിയൽ വേൾഡിൽ എന്താണ് നടക്കുന്നത് എന്ന് എന്ത് ചെയ്യും, ഒബ്സർവ് ചെയ്യും. ഡിറ്റക്റ്റ് എ പാറ്റേൺ ആൻഡ് ഡ്രോ എ കൺക്ലൂഷൻ. അങ്ങനെ എന്ത് ചെയ്യും, ലാസ്റ്റ് ഒരു കൺക്ലൂഷനിലോട്ട് എന്ത് ചെയ്യും, എത്തിച്ചേരും. അതായത് ഇൻഡക്ഷൻ മെത്തേഡ് ഫോളോ ചെയ്യുന്നത് സ്പെസിഫിക് ടു ജനറൽ, അതായത് ഓരോ ഇൻഡിവിജ്വൽ കേസിനെയും എടുത്ത് പഠിക്കും. ആ ഇൻഡിവിജ്വൽ കേസിനെ ബേസ് ചെയ്തിട്ട് ഓൾ ഓവർ ദ വേൾഡ്, അതായത് റിയൽ വേൾഡിൽ എന്താണ് നടക്കുന്നതെന്ന് എന്ത് ചെയ്യും, മനസ്സിലാക്കും. അതാണ് ഇൻഡക്ഷൻ തിയറി ഫോളോ ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഇൻഡക്ഷൻ തിയറി ഈ ന്യൂ ഫാക്ട്സ്, അതായത് ന്യൂ സംഭവങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇൻഡക്ഷൻ തിയറി എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഇൻഡക്ഷൻ തിയറീസിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കാം. എന്ത് ചെയ്യുന്നത്, ഡിഡക്ഷനിൽ നമ്മൾ ആദ്യം തിയറി, ഹൈപ്പോത്തിസിസ്, ഒബ്സർവേഷൻ, കൺഫർമേഷൻ ആയിരുന്നു. ഇൻഡക്ഷനിൽ എന്ത് ചെയ്യുന്നത്, ആദ്യം എന്ത് ചെയ്യും, ഒബ്സർവ് ചെയ്യും. അതായത് റിയൽ വേൾഡിൽ അല്ലെങ്കിൽ ഓരോ സ്പെസിഫിക് ഇൻഡിവിജ്വലിന് എന്ത് ചെയ്യും, ഒബ്സർവ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ബേസിൽ ഒരു പാറ്റേൺ ഉണ്ടാക്കും. ആ പാറ്റേണിൻ്റെ ബേസിൽ എന്ത് ചെയ്യും, ഒരു ഹൈപ്പോത്തിസിസ് ഡെവലപ്പ് ചെയ്യും. ആ ഹൈപ്പോത്തിസിസ് ഡെവലപ്പ് ചെയ്യുന്നതിന് ശേഷം എന്ത് ചെയ്യും, ഒരു തിയറി ബിൽഡ് ചെയ്യും. അതാണ് ഇൻഡക്ഷൻ തിയറിയിൽ ചെയ്യുന്നത്. അപ്പോൾ 2 തിയറീസാണുള്ളത്, ഡിഡക്ഷനും ഇൻഡക്ഷനും. ഡിഡക്ഷനിൽ ഫോളോ ചെയ്യുന്നത് ടോപ്പ് ഡൗൺ അപ്രോച്ചാണ്, അതായത് ജനറൽ ടു സ്പെസിഫിക് ആണ്. ഇൻഡക്ഷൻ തിയറിയിൽ ഫോളോ ചെയ്യുന്നത് ബോട്ടം അപ്പ് അപ്രോച്ചാണ്, അതായത് സ്പെസിഫിക് ടു ജനറൽ. ഇനി ഇൻഡക്ഷനിലെ ഒരു എക്സാമ്പിൾ പറയാം. അപ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ കൂടുതൽ മനസ്സിലാവും. അതിൽ സോക്രട്ടസ് വാസ് ഗ്രീക്ക്, അതായത് സോക്രട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേഴ്സൺ എവിടെയാണ് താമസിക്കുന്നത്, ഗ്രീക്കിലാണ് താമസിക്കുന്നത്. അതാണ് ഒന്നാമത്തെ പ്രിമൈസ്. രണ്ടാമത്തെ പ്രിമൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് ഗ്രീക്ക് ഈറ്റ് ഫിഷ്, അതായത് ഗ്രീക്കിൽ കൂടുതലും ആൾക്കാർ, അതായത് എല്ലാ ആൾക്കാരും എന്താണ് കഴിക്കുന്നത്, ഫിഷാണ് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം കൺക്ലൂഷനിൽ, അപ്പോൾ സോക്രട്ടസ് എയ്റ്റ് ഫിഷ്, അതായത് സോക്രട്ടസും എന്ത് ചെയ്യും, ഫിഷാണ് കഴിക്കൽ. അപ്പോൾ കൺക്ലൂഷൻ എന്താണ്, സോക്രട്ടസും ഫിഷാണ് കഴിക്കുന്നത്. എന്താ, അത് എന്തിൻ്റെ ബേസിലാണ്, അതായത് സോക്രട്ടസ് എവിടെയാണ് താമസിക്കുന്നത്, ഗ്രീക്കിലാണ് താമസിക്കുന്നത്. ഗ്രീക്കിലെ എല്ലാ ആളുകളും എന്താ തിന്നത്, ഫിഷാണ് തിന്നത്. സ്വാഭാവികമായിട്ടും സോക്രട്ടസും എന്തായിരിക്കും, ഫിഷായിരിക്കും കഴിക്കുന്നത് എന്നാണ് ഈ 2 പ്രിമൈസിൽ നിന്നും എത്തിച്ചേർന്ന കൺക്ലൂഷൻ. ഇതാണ് ഇൻഡക്ഷൻ്റെ എക്സാമ്പിൾ. പക്ഷെ എന്ത് ചോദിച്ചാൽ, വൈൽ ദ പ്രിമൈസസ് വർ ട്രൂ, ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് കൺക്ലൂഷൻ വാസ് ഫാൾസ്. അതായത് പ്രിമൈസസ് എന്താ, ട്രൂ ആണ്. സോക്രട്ടസ് ഗ്രീക്കിലാണ് താമസിക്കുന്നത്, ഗ്രീക്കിലെ എല്ലാ ആളുകളും എന്താണ്, ഫിഷാണ് കഴിക്കുന്നത്. പക്ഷേ കൺക്ലൂഷൻ എന്താ, സോക്രട്ടസ് എയ്റ്റ് ഫിഷ്, സോക്രട്ടസും എന്താണ്, ഫിഷാണ് കഴിക്കുന്നതെന്നാണ് കൺക്ലൂഷനിൽ. മേ ബി സോക്രട്ടസ് വാസ് അലർജിക് ടു ഫിഷ്, അതായത് സോക്രട്ടസിന് എന്തായിരിക്കും, ഫിഷ് എന്തായിരിക്കും, അലർജി ആയിരിക്കും. അതായത് ഫിഷ് കഴിച്ചാൽ ഛർദ്ദിക്കാൻ വരിക, അങ്ങനത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടായതുകൊണ്ട് അയാൾ എന്ത് ചെയ്യില്ല, ഫിഷ് കഴിക്കൂല. അപ്പം നമ്മുടെ കൺക്ലൂഷൻ എന്താണ്, ഫാൾസാണ്. അതായത് ചിലപ്പോൾ ട്രൂ ആവാനുള്ള സാധ്യതയേ ഉള്ളൂ. അതിന് കിട്ടിയ പ്രിമൈസസ് എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. ബട്ട് കൺക്ലൂഷൻ എന്തായിരിക്കും, ഫാൾസ് ആയിരിക്കും. ഇതാണ് ഇൻഡക്ഷൻ തിയറിയിൽ പറഞ്ഞിട്ടുള്ളത്.